ഈ വെളുപ്പാങ്കാലത്ത് പെട്ടിയും കടൊക്കെ എടുത്ത് എവിടെ പോവാണെന്ന് ചോദിച്ചാൽ കൊല്ലത്തുനിന്ന് കോഴിക്കോട് വരെ എൻ്റെ കൂട്ടുകാരി സുലഭ്യ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ആംബിയൻസ് ഒക്കെ പിടിച്ച് നിന്നപ്പോഴത്തേക്കും ട്രെയിൻ വന്ന് പിന്നെ ട്രെയിനിൽ കയറാനിരുന്നു. പനീൻ്റെ ചെറിയ കോളം ഉണ്ടായിരുന്നുകൊണ്ട് ഫുൾ കവറേജിലായിരുന്നു ഇരുത്തം. കുറച്ച് കഴിഞ്ഞപ്പോൾ വിശപ്പിന്റെ വിളി വന്നു. ഇന്നത്തെ ഭക്ഷണം എന്ന് വെച്ചാൽ ഇഡലി ഉഴുന്നുപൊടിയും വെളിച്ചെണ്ണയാണ്. അമ്മ നന്നായിട്ട് വാഴയിലയിൽ പൊതിഞ്ഞ് വാട്ടി തന്നിട്ടുണ്ടായിരുന്നു. അതങ്ങനെ അകത്താക്കി. അങ്ങനെ തൃപ്പൂണിത്തറയൊക്കെ എത്തിയപ്പോൾ നമുക്ക് വിൻഡോ സീറ്റ് കിട്ടി. എന്നിട്ട് ഇങ്ങനെ വിൻഡോ സീറ്റിലേക്ക് ഇരുന്ന് കാറ്റും കൊണ്ട് ഇങ്ങനെ കാഴ്ച കണ്ടിരിക്കാൻ എന്ത് രസമായിരുന്നു എന്നറിയാമോ? ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എനിക്ക് നദികളുടെ മുകളിൽ കൂടെയൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ പൊട്ടി താഴെ വീഴുമെന്ന് എപ്പോഴും തോന്നും. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ ഗൈസ്? ഇതോ ആ കാണുന്നതാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. ഇനി ആരും കണ്ടില്ലെന്ന് പറയരുത്. നമ്മളിങ്ങനെ ട്രെയിനിൽ കൂടെ ഓടുമ്പം അവിടെ വിമാനമൊക്കെ റൺവേയിൽ കൂടി ഇങ്ങനെ ഓടുന്നുണ്ടായിരുന്നു, പറക്കാൻ വേണ്ടി തയ്യാറെടുത്തിട്ട്. വിമാനത്തിന്റെ വഴി പറഞ്ഞു വിട്ട് നമ്മൾ നമ്മുടെ വഴിക്കും പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ട്രെയിനിൽ തിരക്കൊക്കെ കുറയാൻ തുടങ്ങി. അങ്ങനെ 3 സീറ്റും നമ്മുടെ സ്വന്തമായിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഇരുത്തമായി, കിടത്തമായി, നടത്തമായി, എന്തൊക്കെയായെന്ന് അറിയത്തില്ല, എന്താണെന്നറിയില്ല. എൻ്റെ ഫേവറേറ്റ് ട്രെയിനിൽ ഏറ്റവും ഫേവറേറ്റ് ട്രെയിൻ എന്ന് പറയുന്നത് വേണാട് എക്സ്പ്രസ് ആണ്. അങ്ങനെ കേരളത്തിന്റെ നിള എന്നറിയപ്പെടുന്ന നമ്മുടെ ഭാരതപ്പുഴയുടെ മുകളിൽ കൂടെയായി നമ്മുടെ യാത്ര. മന്ദമാരുതൻ കഴുകിക്കോട്ടെ എന്നൊക്കെ പറയുന്ന പോലെ നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു. ഒരു കാറ്റിൻ പൂങ്കാവൽ തഴുകും എന്നൊക്കെ പാടി പാടി അവസാനം നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. അൺഫോർച്ചുനേറ്റ്ലി ഷൊർണൂർ വരെ വേണാടുള്ളൂ. അതൊരു വിഷമായിപ്പോയി. അതുകൊണ്ട് നമുക്ക് കണക്റ്റിംഗ് ട്രെയിൻ കയറാറുണ്ട്. കേരള സമ്പർക്ക് ക്രാന്തി എന്നെങ്ങാണ്ടാണ് പറയാനുള്ളത്. അപ്പോൾ സമ്പർക്ക് ക്രാന്തിയിൽ കയറുന്നതിന് മുമ്പ് നമ്മളൊരു ബിരിയാണിയൊക്കെ തട്ടി എന്നിട്ട് ട്രെയിനിലോട്ട് അങ്ങ് കയറിയപ്പോൾ മംഗളാലക്ഷദ്വീപായിപ്പോയി. ട്രെയിൻ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി ഗൈസ്. അങ്ങനെ കല്ലായി പുഴയെല്ലാം കടന്ന് നമ്മൾ കോഴിക്കോടോട്ട് പോകാൻ പോവാണ്. സമ്പ്രന്ത് ക്രാന്തി കയറാനുള്ള ഞാൻ മംഗളലക്ഷദ്വീപിൽ കയറി 3/4 മണിക്കൂർ ലേറ്റായി. തേഞ്ഞു ഗൈസ്, തേഞ്ഞ് വട്ടത്തിലും ത്രികോണത്തിലും തേഞ്ഞു. അങ്ങനെ 8-9 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ കോഴിക്കോട് എത്താൻ പോവുകയാണ്. അടുത്ത ട്രാൻസിഷനിൽ നമുക്ക് കാണാം സുലഭി. അവസാനം നമ്മൾ കണ്ട് ഗൈസ്, കണ്ട്. എന്നിട്ട് നമ്മൾ ബസ്സൊക്കെ കയറി മിഠായി തെരുവിലൊക്കെ പോയി. ഗൈസ് എൻ്റെ പൂ കിട്ടിയിരിക്കുകയാണ്. വായിക്കാതെ പറഞ്ഞില്ല, ഇത് ഞാൻ ഡിലീറ്റ് ആക്കൂല ഗൈസ്. ഞാൻ റെഡ് ഫ്ലാഗ് അല്ല, ഗ്രീൻ ഫ്ലാഗ് അല്ല, ഞാൻ വൈറ്റ് ഫ്ലാഗ്. ഡീനോ ഞാൻ എന്തുകൊണ്ടാണ് ഇവക്ക് ഈ വെള്ളപ്പൂ കൊടുത്തതെന്ന് അറിയോ? കാരണം വൈറ്റും യെല്ലോയും നമ്മൾ ഫ്രണ്ട്ഷിപ്പാണ്. ഫ്രണ്ട്സിന് മാത്രമേ കൊടുക്കൂ. പക്ഷെ ഞാൻ റെഡ് കൊടുക്കുന്ന എൻ്റെ ലൈഫിൽ ഒരാൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ആൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആൾക്ക് മാത്രം റെഡിന് ഞാൻ കൊടുക്കുള്ളൂ. എൻ്റെ ലൈഫിൽ വേറെ ആർക്കും കൊടുക്കില്ല. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? കാരണം യെല്ലോയും വൈറ്റും നമ്മൾ ഫ്രണ്ട്സിന് മാത്രമേ കൊടുക്കൂ. പിന്നെ റോസും നമ്മൾ ഫ്രണ്ട്സിന് കൊടുക്കും, റോസ് കളർ. റെഡ് ഓൺലി കൊടുക്കാൻ പറ്റണം. ഗൈസ്, ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.